എസ്തറിൻ്റെ പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം. എന്നാൽ എസ്തറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നി. എസ്തറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നി. ദൈവപ്രീതി ലഭിച്ച വഴിയുള്ള കഥാപാത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ മുതൽ ചിന്തിച്ചു തുടങ്ങിയത്. ഏത് പ്രതികൂല സാഹചര്യത്തിനകത്തും ദൈവത്തിൻ്റെ ഫേവർ, ദൈവത്തിൻ്റെ പ്രീതി, ദൈവത്തിൻ്റെ ദയ നമ്മുടെ മേൽ പതിഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും കാര്യങ്ങളൊക്കെ അനുകൂലമാക്കുമെന്നുള്ളൊരു ദൈവ സന്ദേശമാണ് ഇന്നലെ സംസാരിച്ച് തുടങ്ങി. എസ്തറിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചു. ഇന്ന് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുക. ഹേഗായി എന്ന് പറയുന്ന അന്തഃപുര പാലകനായ ഷണ്ണാധിപന് അവളോട് കരുണ തോന്നി, അവളോട് പ്രീതി തോന്നി എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. തന്നിമിത്തം അവളുടെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടുന്ന ചില കാര്യങ്ങൾ വേഗത്തിൽ കൽപ്പിച്ചാക്കി എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ നിർത്തിയത്. ഈ പ്രാരംഭ നിമിഷങ്ങളെ നിങ്ങളോട് പറയുന്നത് ചിലത് വേഗത്തിൽ സംഭവിക്കും കേട്ടോ. നിങ്ങളുടെ ജീവിതവുമായിട്ട് ആമേൻ വേഗത്തിൽ ചിലത് സംഭവിക്കും. ഈ ദൂത് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. 10 വർഷം മുമ്പ് നിൻ്റെ ലൈഫിൽ നടക്കേണ്ടത് അല്ലെങ്കിൽ 5 വർഷം മുമ്പ് നടക്കേണ്ട ചില വാഗ്ദത്തങ്ങൾ, ചില കുഴപ്പനിമിത്തം, ചില പിറുപിറുപ്പ് നിമിത്തം, ചില ആമേൻ ദൈവഹിതമില്ലാത്ത പ്ലേസിനകത്തായിരുന്ന നിമിത്തം ആമേൻ നഷ്ടപ്പെട്ടു പോയത് ഈ ദിവസങ്ങളിൽ മടങ്ങി വരാൻ പോവാ. വേഗത്തിൽ ചില വാഗ്ദത്ത നിവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ആമേൻ പറഞ്ഞ് ഈ ദൂതിനെ സ്വീകരിക്കണം കേട്ടോ. ആമേൻ പറഞ്ഞ് ഈ ദൈവ സന്ദേശത്തെ റിസീവ് ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ. നോക്കിയേ, ആമേൻ ഉത്തമമായ സ്ഥലത്ത് അവളെ ആക്കി നമ്മൾ ഇന്നലെ കണ്ടു. നോക്കിയേ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു 12 മാസത്തെ ഒരു ശുദ്ധീകരണം. ഈ ശുദ്ധീകരണ സമയത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. അവൾ പുറത്തെങ്ങും പോയില്ല, ആ ഒരു ശുദ്ധീകരണ സ്ഥലത്ത് തന്നെ ആയിരുന്നു. അതൊക്കെ നമുക്ക് ഒത്തിരി ആത്മാവിൽ ഒത്തിരി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ആത്മാവിൽ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതാണ്. എസ്തേറിനെ സഭയാകുന്ന നമ്മളോട് ഒന്ന് ഉപമിക്കുകയാണെങ്കിൽ മണവാളനാകുന്ന യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നടക്കുന്നൊരു ശുദ്ധീകരണമാണ് ഈ ഭൂമിയിലെ നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അതിൻ്റെ നടുവിൽ നമുക്ക് വേണമെങ്കിൽ അതിന് വെളിയിൽ പോകാൻ കഴിയും. അതിനകത്ത് അവർ പറയുന്നത് അനുസരിക്കാതെ ജീവിക്കാനായിട്ട് കഴിയും. അങ്ങനെയൊക്കെ ഒത്തിരി പേര് പൗലോസ് പറയുന്നൊരു പദമുണ്ട്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് വിട്ടുപോയി. ലോകത്തെ സ്നേഹിച്ച് കഴിഞ്ഞാൽ വിട്ടുപോകും. ധനത്തെ സ്നേഹിച്ച് ഈസ്കൊരിത്ത വിട്ടുപോയി. ഗേഹസി ധനത്തെ സ്നേഹിച്ച് വിട്ടുപോയി. ഇച്ചിരി പാടാ. എത്ര പേര് വീണുകൊണ്ടിരിക്കുകയെന്നറിയാമോ? വീണവരെ നമ്മൾ നോക്കരുത്. വീണവരെ അല്ല നോക്കേണ്ട, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കണം. 11-ാം അധ്യായം മുഴുവനും വിശ്വാസ വീരന്മാരുടെ പട്ടി പറഞ്ഞിട്ട് ഇതിനകത്ത് ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്കിനെ നോക്കുന്നല്ല പറഞ്ഞു. നീതിമാനായ നോഹയെ നോക്കുന്നല്ല പറഞ്ഞു. പൂർത്തീകരണം വരുത്താൻ കഴിയുന്ന യേശുവിനെ നോക്കാനാണ് പറഞ്ഞു. നമ്മൾ മനുഷ്യരെ പലരും നോക്കുക, ദൈവദാസന്മാരെ നോക്കുക. തന്നിമിത്തം ആത്മീയ ജീവിതം വേണ്ടതുപോലെ നയിക്കാനായിട്ട് കഴിയത്തില്ല. അവരെയാണ് അനുകരിക്കാനായിട്ട് നോക്കുന്നത്. അല്ല, നമ്മൾ അനുകരിക്കേണ്ട ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. തിരുവചനത്തിനകത്തുടനീളം അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്, ഗ്രഹിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് ഏറ്റെടുത്താൽ മാത്രം മതി. നോക്കിയേ, 12 മാസത്തെ ശുദ്ധീകരണം കഴിഞ്ഞിട്ട് ഈ ഹേഗായി തന്നെ അവൾ എന്ത് ചെയ്യാമെന്നറിയാമോ? അവളെ രാജസന്നിധിയിലേക്ക് കൊണ്ടുപോവുക. അവന് അവളോട് പ്രീതി തോന്നിയായിരുന്നില്ലേ? ഹേഗായിക്ക് അവളോട് പ്രീതി തോന്നി. ആ പ്രീതി തോന്നിയപ്പോൾ ഹേഗായി എസ്തറിനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്നറിയാമോ? നീ രാജാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒന്നും ആവശ്യമില്ലാത്തൊന്നും എന്ത് ചെയ്യില്ല, ചോദിക്കേണ്ട കാര്യമില്ല. കാരണം രാജാവിന് നിന്നോട് പ്രീതി തോന്നിയാൽ രാജകിരീടം നിൻ്റെ തലയിലേക്ക് വരും. രാജകിരീടം നിൻ്റെ തലയിലേക്ക് വരും. ക്രിസ്തീയ മാർഗത്തെ ഇറങ്ങി തിരിച്ചിട്ട് അയ്യോ കർത്താവേ അത് വേണം ഇത് വേണം, അത് വേണം ഇത് വേണം എന്നൊക്കെ ഭൗതികമായ പല കാര്യങ്ങൾ വളരെ പുലമ്പുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വേണ്ടാന്ന് ഞാൻ പറയത്തില്ല, അത് വേണം. പക്ഷേ അതിനെക്കാട്ടി ഉത്തമമായിട്ടുള്ളതൊന്നുണ്ട്, അതിനെക്കാട്ടി ശ്രേഷ്ഠകരമായിട്ടുള്ളതൊന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല കുഞ്ഞുങ്ങളെ, അത് യേശുവിനെ തന്നെയാണ്. യേശുവിനെ തന്നെയാണ്. കർത്താവിനെ കിട്ടിയാൽ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? കർത്താവ് മതിയെന്ന് പറയാമോ? അനേകർക്ക് യേശുവിലുള്ളത് മതി, യേശുവിന് വേണ്ട, യേശുവിന് വേണ്ട. എന്നാൽ ഈ മോണിമന സന്ദേശം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്ക് യേശുവിനെ മതി. പറയണം കേട്ടോ, എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി. പ്രതികൂല സാഹചര്യങ്ങൾക്കകത്ത് സാഹചര്യങ്ങളെല്ലാം നിനക്ക് അനുകൂലമായിട്ട് വരും കേട്ടോ. കാര്യങ്ങളെല്ലാം തിരിഞ്ഞു വരും കേട്ടോ, ഒരു സംശയമില്ല.
നോക്കിയേ, ഹേഗായി പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ അതുപോലെ എസ്തേർ അനുസരിച്ചു. അതിനു മുമ്പ് അവളുടെ വളർത്തച്ഛനായിരിക്കുന്ന മൊർദെഖായി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവൾ അതുപോലെ അനുസരിച്ചു. തന്നിമിത്ത് ദൈവത്തിൻ്റെ ഒരു ഫേവർ അവളുടെ മേലുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ പ്രീതി അവളുടെ മേലുണ്ടായിരുന്നു. ഈ സന്ദേശം കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ നീ വിലക്ക് കൽപ്പിച്ചാൽ, ചില മേഖലയിൽ നീ ഒഴിഞ്ഞിരുന്നാൽ ദൈവപ്രീതി നിന്നെ വിട്ടു പോകത്തില്ല. ദൈവപ്രീതി നിന്നെ വിട്ടു പോകത്തില്ല. ഇല്ല ഇല്ല. ഞാൻ ആത്മനിയോഗത്തിലാണ് നിങ്ങളോട് ഈ സന്ദേശം കൈമാറുന്നത്. ഇല്ല ഇല്ല ഇല്ല. ദൈവപ്രീതി നിന്നെ വിട്ടു പോകത്തില്ല. മൗനാനുവാദം കൊടുത്തു കഴിഞ്ഞാൽ, സാരമില്ല എന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും കേട്ടോ. ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ 12 മാസത്തെ ശുദ്ധീകരണം കഴിഞ്ഞപ്പോൾ ഹേഗായി പറഞ്ഞത് അതുപോലെ അവൾ അനുസരിച്ചപ്പോൾ എന്താ തിരുവചനം പറയുന്നത്? എസ്തറിനെ കാണുന്ന എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. എസ്തറിനെ കാണുന്ന എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. പ്രിയ കുഞ്ഞെ, നിന്നെ കാണുന്ന എല്ലാവർക്കും നിന്നോട് പ്രീതി തോന്നാൻ പോവാ. വിശ്വസിക്കാമോ ഈ ദൂത്? ഏത് രാജ്യത്ത്, ഏത് സാഹചര്യത്തിൽ എങ്ങനെ ആയിരുന്നാലും ദൈവത്തിൻ്റെ ഫേവർ നിൻ്റെ മേൽ വന്ന് വീഴുകയായി പ്രഭാതത്തിൽ. അനുസരിക്കാമോ? ചോദ്യം ചെയ്യാതെ അനുസരിക്കാമോ? ചില കാര്യങ്ങൾ വർജിച്ചിരിക്കാൻ പറഞ്ഞ, ഒഴിഞ്ഞിരിക്കാൻ പറഞ്ഞ നീ അത് ചെയ്യാമോ? കൃപ ചോരുന്ന മേഖലകൾ കണ്ടുപിടിച്ച് പഴുതടച്ച് നിൽക്കാമോ? ദൈവപ്രീതി നിൻ്റെ കൂടെ നിൽക്കും. പ്രതികൂല സാഹചര്യങ്ങൾക്കകത്ത് ഒരു ദൈവിക അനുകൂലത നിൻ്റെ മേൽ വെളിപ്പെടും. ആ ദൈവവരങ്ങൾ നമുക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഇടപെട്ട വളരെ പവർഫുള്ളായിട്ടുള്ള ദൈവ സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഒരു ഡിവൈൻ ഫേവർ വന്ന് വീഴട്ടെ കർത്താവേ. ഈ മെസ്സേജ് അങ്ങാണല്ലോ ഇലവിന് തന്നത് കർത്താവേ. ഈ മെസ്സേജിനകത്തൂടെ ദൈവത്തിൻ്റെ കരവും ശക്തിയും ശബ്ദവും ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.